സന്ദീപ് വാര്യർ ബി.ജെ.പിയുടെ വക്താവ് നമുക്കൊപ്പമുണ്ട്. സന്ദീപ് വാര്യർ, CPM-ഉം നിങ്ങളും തമ്മിൽ തൃശ്ശൂരിൽ ഒരു ധാരണയുണ്ടായിരുന്നു. അങ്ങനെ ഒരു ക്രോസ് വോട്ട് നടന്നു. ചില മണ്ഡലങ്ങൾ പേരെടുത്ത് പരാമർശിക്കുന്നുണ്ട് കോൺഗ്രസ്. എന്താണ് ഈ ആക്ഷേപം? അല്ല, കെ മുരളീധരൻ പരാജയം ഭയന്നിരിക്കുകയാണ്. പരാജയം മുന്നിൽ കണ്ടുകൊണ്ടുള്ള ജൽപ്പനങ്ങളാണ് ഇപ്പൊ കെ മുരളീധരൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. തൃശ്ശൂരിലേക്ക് കടന്നു വരുമ്പോൾ എന്തൊക്കെയാ പറഞ്ഞിരുന്നത്? BJP-യെ 3-ാം സ്ഥാനത്താക്കും, വലിയ വിജയം നേടുമെന്നൊക്കെ വലിയ അവകാശവാദങ്ങളായിരുന്നു. പക്ഷെ തെരഞ്ഞെടുപ്പിന്റെ അവസാന ദിവസങ്ങളെത്തിയപ്പോ, പ്രത്യേകിച്ച് വോട്ടിംഗ് കൂടി കഴിഞ്ഞപ്പോഴേക്കും കെ മുരളീധരന്റെ ശരീരഭാഷ ആകെ മാറിയിരിക്കുകയാണ്. അദ്ദേഹം വിരളി വെളുത്തിരിക്കുകയാണ്. അദ്ദേഹത്തിന് തൃശ്ശൂരിന്റെ സാഹചര്യങ്ങളിൽ ജനങ്ങളുമായി സംവദിക്കാനോ നല്ല രീതിയിൽ പ്രചരണം നടത്താനോ ഒന്നും സാധിച്ചിട്ടില്ല എന്ന് വ്യക്തമാണ്. അദ്ദേഹത്തിന് കൂടെ നിൽക്കുന്നവർ തന്നെ മുരളീധരനെ പാലം വലിച്ചിട്ടുണ്ട് എന്നുള്ളതും വളരെ വ്യക്തമാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വോട്ടെണ്ണുന്ന സമയത്ത് മുരളീധരനെ ബോധ്യപ്പെട്ടോളും. മാത്രമല്ല, കെ മുരളീധരൻ എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവ് ഈ പലപ്പോഴും സ്വയം ചാവേറായി മാറാൻ തയ്യാറാണെന്ന് പറഞ്ഞു നടക്കുന്നത് വ്യക്തിപരമായ പല താല്പര്യങ്ങളുടെയും പുറത്താണെന്ന് ആർക്കാണ് അറിയാത്തത്. ഇപ്പൊ നേമത്ത് പോയി മത്സരിച്ച് എവിടെയാ ലാൻഡ് ചെയ്ത്? 3-ാം സ്ഥാനത്താ ലാൻഡ് ചെയ്ത്. എന്നിട്ട് 3-ാം സ്ഥാനത്ത് പോയി തോറ്റ് തുന്നം പാടിയതിനു ശേഷം ഇതാ BJP-യുടെ അക്കൗണ്ട് പൊട്ടിച്ചേ എന്ന് പറയുകയാണ്. വാസ്തവത്തിൽ അവിടെ ജയിച്ചത് LDF അല്ലേ? അപ്പൊ സ്വയം പരിഹാസ്യനായി മാറുന്ന വാദങ്ങളാണ് പലപ്പോഴും കെ മുരളീധരൻ ഉന്നയിച്ചിട്ടുള്ളത്. രാഷ്ട്രീയത്തിൽ ഗതി കിട്ടാതെ അലഞ്ഞു നടക്കുന്ന ഒരു ഗതികിട്ടാ പ്രേതം മാത്രമാണ് കെ മുരളീധരൻ. അതിനപ്പുറം ഒന്നുമില്ല എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ബോധ്യപ്പെടും. കോൺഗ്രസ്സുകാർ തന്നെ കെ മുരളീധരനുള്ള പാലം തീർച്ചയായിട്ടും തൃശ്ശൂർ വലിക്കുന്നത് ഒരു സംശയവും വേണ്ട. കാരണം തൃശ്ശൂരുകാർ ഒരുപാട് കാലം ഈ കരുണാകരൻ ഡൈനാസ്റ്റിക്കെതിരായിട്ടുള്ള പോരാട്ടം നടത്തിയിട്ടുള്ള കുറച്ച് ആളുകൾ കോൺഗ്രസ്സുകാർ അവിടെ ഉണ്ട്. അവർക്ക് ഇവരോട് വലിയ വൈരാഗ്യമുണ്ട്. അത് കരുണാകരനെ തോൽപ്പിച്ചിട്ടുള്ള സ്ഥലമാണ്, കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളെയൊക്കെ തോൽപ്പിച്ചിട്ടുള്ള സ്ഥലമാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും മുരളീധരനും കിട്ടാനുള്ള അല്ലെങ്കിൽ മുരളീധരനും ഫേസ് ചെയ്യാൻ പോകുന്ന വിധി എന്ന് പറയുന്നത് കനത്ത പരാജയമായിരിക്കും. ആ കനത്ത പരാജയം വരുന്നതിന് മുമ്പ് ഒരു മുൻകൂർ ജാമ്യം എടുക്കൽ പോലെ മുരളീധരന്റെ ഇത്തരം പ്രസ്താവനകളെ കണ്ടാൽ മതി. അന്തർധാര ഉണ്ടായിട്ടുള്ളതൊക്കെ BJP-യെ തോൽപ്പിക്കാൻ വേണ്ടി എന്തും പരസ്പരം വോട്ട് കൈമാറാൻ തയ്യാറായി നിൽക്കുന്ന ഈ ഒരേ മുന്നണിക്കാര് ഈ BJP-യും CPM തമ്മിൽ അന്തർധാര ഉണ്ടായിരുന്നൊക്കെ പറയുന്നത് വാസ്തവ വിരുദ്ധമാണ്. അത്തരത്തിൽ ഒരു പരിപാടിയും ഇല്ല. BJP അവിടെ കൃത്യമായിട്ടുള്ള വിജയം, ഒന്ന് BJP-യുടെ സംഘടനാ പ്രവർത്തനത്തിന്റെ മികവ് കൊണ്ടുള്ള വിജയം, രണ്ട് ശ്രീ സുരേഷ് ഗോപി എന്ന് പറയുന്ന മനുഷ്യസ്നേഹിയുടെ സാമൂഹിക സേവകന്റെ ഒരു നല്ല മികച്ച പൊതുപ്രവർത്തകന്റെ അദ്ദേഹത്തോടുള്ള ആദരവ് കൊണ്ട് രാഷ്ട്രീയ ജാതി മത വ്യത്യാസങ്ങൾക്ക് അതീതമായി തൃശ്ശൂരിലെ ജനങ്ങൾ, പ്രത്യേകിച്ച് സ്ത്രീ വിഭാഗങ്ങൾ ഒന്നിച്ച് വോട്ട് ചെയ്തതിന്റെ ഗുണഫലം സുരേഷ് ഗോപി കിട്ടും.